Good morning, sir, and welcome to the show. Morning, Anla. Morning, viewers. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് US വിപണിയിലേക്ക് പോയി നോക്കാം. US-നെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും, അതായത് ഒരു സാന്റ റാലിയോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റാലിയോ ഒന്നും തന്നെ കാണാൻ സാധിക്കാതെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്ന സൂചികകളെയാണ് നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നൊരു ഹാഫ് ഡേ മാത്രമേ ട്രേഡിംഗ് ഡേ ഉണ്ടാവുകയുള്ളൂ. നാളെ ന്യൂ ഇയറിനെ തുടർന്ന് മാർക്കറ്റ് ഹോളിഡേ കൂടിയാണ് US സൂചികളെ സംബന്ധിച്ചിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു 3.5 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഈ ഒരു വീക്കിൽ US സൂചികയിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവംബർ 29 ആയിരുന്നു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 45,071 പോയിന്റ്. അതിനുശേഷം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. അൺഫോർച്ചുനേറ്റ്ലി അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് അമേരിക്കൻ വിപണിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 42,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1000 മുതൽ 1500 പോയിന്റ് കറക്ഷനും കൂടെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലെ മേജർ സപ്പോർട്ട് 21,000 പോയിന്റ്സ്. 21,000 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. യെസ്, ഒപ്പം കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിലും പ്രത്യേകിച്ചും ക്രൂഡിന്റെ ഒരു ഫ്യൂച്ചേഴ്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ അല്ലെങ്കിൽ 0.5% നേട്ടം മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. നിലവിൽ WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് 0.5% നേട്ടത്തിൽ $71.38 എന്നൊരു നിലയിലും ബ്രണ്ടിന്റെ ഫ്യൂച്ചേഴ്സ് $74.36 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ $66, മേജർ റെസിസ്റ്റൻസ് 71 മുതൽ $72 റേഞ്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലുള്ള പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു ഇൻഫറൻസ് നൽകാൻ സാധിക്കുന്നത് മിക്കവാറും 71-72 ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ $2 മുതൽ $3 നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ക്രൂഡിന്റെ കേസിൽ എടുക്കാൻ നോക്കരുത്. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ $2,600 എന്നൊരു നിലയിലാണ് പ്രധാനമായിട്ടും കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ഗോൾഡിന്റെ നിലവിലത്തെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ $2,605.639 എന്നൊരു നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ വൈകുന്നേരത്തെ ഒരു 6 മണിക്ക് ശേഷമുള്ള ട്രേഡിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ലോ റിസ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ $2,595 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്വർണത്തിന്റെ കേസിൽ ഒരു സെല്ലിംഗ് പ്രഷർ ആരംഭിക്കും. ആൻഡ് നെക്സ്റ്റ് മേജർ സപ്പോർട്ട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് $2,520. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ 2024 ഒരു അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേയിലേക്കാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു നിഫ്റ്റി 50 ട്രേഡിംഗ് ആരംഭിച്ചത് എങ്കിൽ പോലും 12 മണി വരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രാജുവൽ ആയിട്ടൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 23,900 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ്സ് തന്നെയാണ് അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷനും നടത്തിയിരിക്കുന്നത്. മിഡ് ക്യാപ് സ്പേസിൽപ്പെട്ടുള്ള ചില ഓഹരികൾ ഒഴികെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഓഹരികളും നെഗറ്റീവ് ടോണിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയും കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 2025 വരികയാണ്, മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്.
നിഫ്റ്റി 50-ൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 24,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്കൊരു ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 23,500 പോയിന്റ്. ഇത്രത്തോളം ബെയറിഷ്നെസ് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി ഒത്തിരി നിരവധി സ്റ്റോക്സിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ചില സ്റ്റോക്സ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഏഷ്യൻ പെയിന്റ്സിനോടൊപ്പം തന്നെ നമുക്ക് ബർജർ പെയിന്റ്സിലും ഒരു ബുള്ളിഷ് ട്രിഗർ ഫോം ചെയ്തു വരുന്നുണ്ട്. ഇന്നലെ ഇൻഡിഗോ പെയിന്റ്സിന്റെ കേസിൽ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് ഇൻക്ലൂഡിംഗ് സിപ്ല, ഓറോബിന്ദോ ഫാർമ, സൺ ഫാർമ, ലൂപ്പിൻ ലബോറട്ടറി, ഇപ്ക ലബോറട്ടറി മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. ഇതിൽ പല ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിലും നമുക്ക് ബൈയിങ് അവസരങ്ങളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു അല്പം കോൺട്രേറിയൻ വ്യൂ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് FMCG സെക്ടറിലോട്ട് ഫോക്കസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ഡിമാർട്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ തന്നെ മാരിക്കോ ആൻഡ് ട്രെൻഡ്. ഇതിൽ മാരിക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡിമാർട്ട് ഈ 3 സ്റ്റോക്സിലും നിലവിലുള്ള ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ്. ബട്ട് ഐ തിങ്ക് ഈ 3 സ്റ്റോക്സിലും നമ്മൾ ഈ 3 സ്റ്റോക്സിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് there's a lot of upside potential. ഇസറിനൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെവി വെയ്റ്റ്സ് ഉണ്ടായിട്ട് സെൽ ഓഫ് തന്നെയാണ് സൂചികയിൽ ഏകദേശം ഒരു 300-ലധികമുള്ളൊരു പോയിന്റ്സിന്റെ ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് നിലവാരം നോക്കുമ്പോൾ 50,952.75 എന്നൊരു നിലയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ക്ലോസിംഗ് ഒരു വീക്ക് ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 50,600 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എല്ലാ ട്രെൻഡും ബെയറിഷായി മാറും. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 52,050 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇത്രത്തോളം ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ എടുത്തു പറയാനുള്ള ഒരു ബാങ്കിങ് സെഗ്മെന്റിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ബേസ് ഓഫ് കേരള ബേസ്ഡ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലിസ്റ്റിംഗിന് ശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ നേരിട്ട് നിലവിൽ അത് അതിന്റെ ഓൾ ടൈം ലോ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് ഞാൻ നേരത്തെ FMCG സ്റ്റോക്സിനൊക്കെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നമ്മൾ അതിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു. നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 37 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 42 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 46, അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 49 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലത്തേനോട് ഒരു പക്ഷെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ഔട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ടോപ്പ് ഗെയിനർ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റോക്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിച്ചു എങ്കിൽ പോലും, അതായത് ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിച്ചെങ്കിൽ പോലും അദാനി എന്റർപ്രൈസസിന്റെ നേട്ടം എന്ന് പറയുന്നത് ഒരു ഔട്ട് പെർഫോമൻസ്, ബെഞ്ച് മാർക്ക് സൂചികയും ഔട്ട് പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള അദാനി എന്റർപ്രൈസസ് മാത്രമല്ല അദാനി സ്റ്റോക്സ് പൊതുവെ പരിശോധിക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള എല്ലാ അദാനി സ്റ്റോക്സിലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദാനിയെ സംബന്ധിച്ചിട്ടൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് അദാനി ഷെയർസ്, അതായത് അദാനി വിൽമറിന്റെ ജോയിന്റ് വെഞ്ചറിൽ നിന്നും അദാനി എന്റർപ്രൈസസ് പിന്മാറുന്നു, ഏകദേശം $2 ബില്യൺ അടുത്തുള്ളൊരു ഷെയർസ് വിറ്റഴിക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അദാനി എന്റർപ്രൈസസ് ഒപ്പം തന്നെ മറ്റ് അദാനി സ്റ്റോക്സിൽ കൂടിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്ക് അദാനി എന്റർപ്രൈസസിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും അദാനി സ്റ്റോക്സിലൊക്കെ തന്നെ നിലവിലുള്ള ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബെയറിഷ്. അദാനി എന്റർപ്രൈസസിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 2625. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും.
ബട്ട് അതിനുശേഷം ഒരു മേജർ റെസിസ്റ്റൻസ് അഡാനി എന്റർപ്രൈസ് ഫേസ് ചെയ്യാൻ പോകുന്ന 3000 രൂപയുടെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അഡാനി എന്റർപ്രൈസസ് ഒരു ലോങ് ടേം ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറി പോകുന്നുള്ളൂ. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി എന്റർപ്രൈസസ് പോലെ തന്നെ ഇന്നലെ വളരെ ശക്തമായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ 840 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അഡാനി ഗ്രീൻ എനർജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ സിമിലർ പാറ്റേൺ. അഡാനി ഗ്രീൻ എനർജിയുടെ കേസിൽ മേജർ എല്ലാ ട്രെൻഡുകളും നിലവിൽ ബെയറിഷായി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1480 അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1640. അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ഓൾ ട്രെൻഡ്സ് ആർ ബെയറിഷ്. മേജർ റെസിസ്റ്റൻസ് 1290 ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1420 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന 660 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ഷോർട്ട് ടേം ബുള്ളിഷായി മാറണമെങ്കിൽ 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ട് കേരള സ്റ്റോക്സുമായി വിവിധ കേരള സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വയറീസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് കിറ്റെക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 5% ഇടിവിൽ, അതായത് ലോവർ സർക്യൂട്ടിൽ 669.8 എന്നൊരു നിലയിലാണ് കിറ്റെക്സിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കിറ്റെക്സ് ഗാർമെന്റിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഇന്ന് കാണാൻ സാധിച്ചത്. ആൻഡ് ഡിസംബർ ആദ്യ ആഴ്ചയിലായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 880 റുപ്പീസിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ കാണുന്ന വീക്ക്നെസ്സിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 720 770 ഈ ഒരു റേഞ്ചിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യെസ് സർ, അതിനോടൊപ്പം തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി പല പ്രേക്ഷകരും ചോദിച്ചിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ 0.5% ഒരു നേട്ടത്തിലാണ് ഇന്നലെ ഏഷ്യൻ പെയിന്റ്സ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ ഒരു സെൽ ഓഫ് നേരിട്ടിരുന്നു എങ്കിൽ പോലും പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റ്സിൽ ഇനി താങ്കൾ മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഒരു മേജർ ടോപ്പ് നമുക്ക് നൽകിയത് 3400 രൂപയിൽ. ഓഗസ്റ്റ് മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ വി ഹാവ് സീൻ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കറന്റ് ലെവൽസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുക. ബട്ട് ഐ തിങ്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബോട്ടം കണ്ടു കഴിഞ്ഞു. സോ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2240 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 2480. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2580. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്ന 2840 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്. രാജേഷ് എന്ന പ്രേക്ഷകൻ വോൾട്ടാൻ ട്രാൻസ്ഫോമേഴ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സൈസിൽപ്പെട്ട ഓഹരി കൂടിയാണ് വോൾട്ടാൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ലോ മാർജിനിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഏകദേശം ഒരു 2 മണിക്ക് ശേഷം പരിശോധിക്കുമ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വോൾട്ടാൻ ട്രാൻസ്ഫോമേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വോൾട്ടാമ്പിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 10,500 റുപ്പീസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 1000 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. 12,000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
യെസ്. ഒപ്പം ഇന്ത്യ സിമന്റ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ സിമന്റ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. 380.3 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ സിമന്റ്സിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യ സിമന്റ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 387, 390 ആ ഒരു റേഞ്ചിൽ കാണാൻ സാധിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 365 രൂപയിലായിരിക്കും. യെസ്. ഒപ്പം RVNL-മായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. RVNL-നെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ഒരു പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഓഹരികളുടെ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ 3% ഇടിവിലാണ് RVNL-ന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNL-ലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? RVNL നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ 400 രൂപയും 480 ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഈ 400 രൂപയിൽ കാണുന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് ലോസ് അറ്റ് 390. 390 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ വൈൻഡപ്പ് ചെയ്യണം. നമുക്കൊരു ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. യെസ്. അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് റിലയൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. റിലയൻസിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഓഹരികളുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി റിലയൻസിന്റെ കേസിൽ എല്ലാ ട്രെൻഡുകളും നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നിഫ്റ്റി 50-ൽ നമ്മൾ ഇത്രയും വീക്ക്നെസ് കാണാനുള്ള പ്രധാന കാരണക്കാരൻ ഇസ് റിലയൻസ്. സോ റിലയൻസിന്റെ കേസിൽ 1195 രൂപ ഇസ് ദ ലാസ്റ്റ് മേജർ സപ്പോർട്ട്. അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് റിലയൻസിന്റെ കേസിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബാബു എന്നൊരു പ്രേക്ഷകൻ L&Tയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. L&T കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. L&Tയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? L&Tയുടെ കേസിലും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ L&Tയുടെ കേസിലും ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3520 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചില ബാങ്കിങ് സ്റ്റോക്സുമായി ബന്ധപ്പെട്ടിലേക്ക് ഒരു കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് കനറ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കനറ ബാങ്ക് കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കനറ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുക. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 98 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഈ സ്റ്റോക്ക് 104 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ലോങ് ടേം ട്രെൻഡിലോട്ട് നമുക്ക് ബുള്ളിഷ്നെസ് വരണമെങ്കിൽ 114 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. HDFC ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു HDFC ബാങ്കിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ നമ്മൾ നേരത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള വീക്ക്നെസ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിന്റെ അഗെയിൻ പ്രധാന കാരണക്കാരൻ ഇസ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1760 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിൽ നമുക്ക് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വരണമെങ്കിൽ 1820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒപ്പം യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസ്റ്റ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് യൂണിയൻ ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ 122 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 122 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 5 മുതൽ 7 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 115 രൂപയിലാണ്.
ഒപ്പം IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കില് നമുക്ക് ഒക്ടോബർ അവസാനത്തോടു കൂടി 59 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 66 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 66ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 72 രൂപയിലായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ CDSLുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. CDSL കഴിഞ്ഞ ദിവസം 1.5%-ലധികം ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. CDSL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് എങ്കിൽ പോലും ഈ ഡിസംബർ തുടക്കത്തിലായിരുന്നു ഇതിൽ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് ഈ സ്റ്റോക്ക് നൽകിയത് 1989 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1640 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിലും നമുക്കൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുക്കണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഹൈടെക് പൈപ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈടെക് പൈപ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫോർച്ചുനേറ്റ്ലി ഹൈടെക് പൈപ്സിന്റെ കേസിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 150-ലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 173 രൂപയുടെ റെസിസ്റ്റൻസ് വരുന്നത്. ഒപ്പം ഒല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒലയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒലയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് നവംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി സെല്ലിംഗ് പ്രഷർ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. At the moment, long-term trend is bearish, short-term sideways ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 80 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കും. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് മൊബിക്വിക്കുമായി ബന്ധപ്പെട്ടൊരു കയറി കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? മൊബിക്വിക്കിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ബട്ട് എങ്കിലും ഇന്നലത്തെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് തുടങ്ങിയിട്ടുമുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 578 രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. 620 മുതൽ 680 ഈ റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ശ്രമിക്കാം. ഈ സ്റ്റോക്കിൽ വീണ്ടും ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 703 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു കലണ്ടറിൽ അവസാനത്തെ ട്രേഡിംഗ് ഡേയിലേക്കാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ചും സർപ്രൈസുകളൊന്നും തന്നെ വിപണി കാത്തു വെച്ചിരിക്കുന്നില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉള്ള സാധ്യതയൊക്കെ തന്നെയാണ് നിലവിൽ മുന്നിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ അവസാനത്തെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.